കനത്ത മഴയിൽ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോറും പമ്പ് ഹൗസും ഇടിഞ്ഞു താഴ്ന്നു. മീനച്ചിൽ പഞ്ചായത്തിലെ പൊന്മല കോട്ടയമാപ്പിലക കുടിവെള്ള പദ്ധതിയാണ് തകർന്നത്. കുടിവെള്ള പദ്ധതിയുടെ ചീങ്കല്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടറും പമ്പ് ഹൗസുമാണ് തകർന്ന് കിണറ്റിലേക്ക് വീണത്. കിണറിന്റെ മുകൾ ഭാഗം കൂടി തകർന്ന് കിണറ്റിലേക്ക് വീണതോടെ കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ മഴയിലാണ് മോട്ടോർ പുരയും കിണറിന്റെ മുകൾ ഭാഗവും ഉൾപ്പെടെ തകർന്നതെന്ന് കരുതുന്നു. ഇത് പൊന്മല കോട്ടയമാപ്പില കുടിവെള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ 90 ഗുണഭോക്താക്കളാണുള്ളത്. ഇതിലെ 80% ആൾക്കാരും ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് ശുദ്ധജലം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിണറുകളില്ലാത്ത കുടുംബങ്ങളാണ്. കൃത്യമായിട്ട് വെള്ളം എല്ലാ ഭവനങ്ങളിലും എത്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഇടിഞ്ഞ് താഴ്ന്നതിന് ശേഷം അവരുടെ കുടിവെള്ള സ്രോതസ് കുടിവെള്ളം മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് എൻ്റെ ഗുണഭോക്താക്കളെ എൻ്റെ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം കണ്ട് ഇവരുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ സഹായമില്ലാതെ കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മറ്റത്തിൽ കോളനി മുതൽ തണ്ണിപ്പാറ, മുട്ടിയാനിക്കുന്ന്, മുകളേൽ പീടിക, പുലിക്കുന്ന് തുടങ്ങി കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലായി 100ഓളം ഗുണഭോക്താക്കളുടെ ഏക ആശ്രയമായിരുന്നു ഈ കുടിവെള്ള പദ്ധതി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായാൽ ഉടൻ അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.